ഈ യുദ്ധത്തിൻ്റെ ഒരു ലോങ് ടേം എക്കണോമിക് ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? മുൻകൂട്ടി അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രഡിക്റ്റബിൾ ആണ് പലതും ഇത്തരമുള്ള ഇക്കണോമിക് ഇമ്പാക്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പം നമുക്ക് മറ്റു പല മേഖലകളിലും ഉണ്ടായ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു വേൾഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു റിസപ്ഷൻ്റെ മാന്ദ്യത്തിൻ്റെ ഒരു സ്ലോ ഡൗണിൻ്റെയൊക്കെ ഒരു കോവിഡിന് ശേഷം കുറച്ച് ഉണ്ടായ ഇതെല്ലാം നമ്മൾ പതിയെ റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ആശ്വാസമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ റഷ്യയും ചൈനയും ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടില്ല, അവർ ഇൻഡയറക്റ്റായിട്ട് മാത്രമാണ് അതിനകത്ത് ചില നിലപാടുകളൊക്കെ വ്യക്തമാക്കിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് താല്പര്യങ്ങളെ അതിപ്പോൾ ഹേർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്നാണോ അതിനെ ഹേർട്ട് ചെയ്ത് തുടങ്ങുന്നത് അവർ ഈ രണ്ട് ചേരികളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജോയിൻ ചെയ്യാതെ അവർക്ക് നിർത്തില്ല. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരിപ്പോൾ ദൂരെ മാറുന്ന കാര്യങ്ങൾ കാണുന്നു. അങ്ങനെ അവർ ഏതോ ചേരിയിൽ ചേർന്നാലും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് എത്താം. അപ്പോൾ അതുണ്ടാക്കുന്ന ഇക്കണോമിക് റിസഷൻ വളരെ വ്യാപകമായിട്ടുള്ളത്. ഇത് ഇക്കണോമിക് ആംഗിളിൽ. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഏത് രാജ്യവും ഏത് നിമിഷവും ആരാലും ആക്രമിക്കപ്പെടാവുന്നൊരവസ്ഥയിലാണ്. ആകെ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളത് അണുവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ്. അവരെ ഒന്ന് ആക്രമിക്കാൻ എല്ലാവർക്കും ഭയപ്പെടും. അതുപോലെ വൻ ആയുധശേഖരമുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ. അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യവും ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങളുടെയും പ്രയോറിറ്റി ഇനി ഒന്നുകിൽ ഇത് അണുവായുധം കൈവശം ഉണ്ടാക്കാൻ, അത് നിയമവിധേയമായിട്ടാണെങ്കിലും അങ്ങനെ, അതല്ലാതെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് പോകും. മറ്റൊന്ന് വൻ ആയുധങ്ങളുടെ ശേഖരം ഉണ്ടാകുക, മിലിറ്ററൈസ് ചെയ്യുക, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഇത് ചെയ്യുക. ഇപ്പം ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു പോരായ്മയും അല്ലെങ്കിൽ അതേസമയം തന്നെ അവരുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു മിലിറ്ററി ഫോഴ്സും ഇല്ല. അതിൻ്റെ ഒരു ആവശ്യം ഇതേവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അവരൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഫണ്ട് മുഴുവൻ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്തു പോകും. ലോകമുള്ള രാജ്യങ്ങളെല്ലാം ആയുധങ്ങളുടെ മേലിലിരിക്കുകയാണെങ്കിൽ ഈ ആയുധങ്ങളൊക്കെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ കയ്യിലേക്കും റോങ് ഹാൻഡ്സിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം വരുന്നു. അതിനേക്കാൾ ഉപരി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഫണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകാവുന്ന ദുരിതം വേറുന്നു.